എന്താ മോളെ, എല്ലാം ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചില്ലേ? ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഈ ദേവിയുടെ അടുത്ത് പ്രാർത്ഥിച്ച കല്യാണം ആകാത്തവർക്കൊക്കെ ഉടനെ കല്യാണം ആകും. ഞാൻ ഇത്ര നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് ഇതുവരെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. എടാ, ഇതൊക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. നിനക്കിതിൽ എന്താ കാര്യം? നിങ്ങൾ എല്ലാരും കൂടി എന്റെ വില കളയണത് കേട്ടാ. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ നടക്കൊണ്ട് എന്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. വേണമെങ്കിൽ ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. ഇടത്തോട്ട് തിരിഞ്ഞാൽ സൽമാൻ ഖാൻ, വലത്തോട്ട് തിരിഞ്ഞാൽ ഷാരൂഖ് ഖാൻ, മുമ്പോട്ട് നോക്കാം അംജദ് ഖാനാണോ? മിണ്ടാട്ടം മുട്ടിയോ? അത് തന്നെ. ആരാ അവിടെ? ഞങ്ങളുടെയൊക്കെ കാലത്ത് പെൺകുട്ടികൾക്കൊക്കെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞും ജനിച്ച് 2 വർഷം കഴിഞ്ഞിട്ടേ ഭർത്താവിന്റെ മുഖം കാണാൻ സമ്മതിക്കത്തുള്ളൂ. അപ്പൊ കുഞ്ഞെങ്ങനെ ഉണ്ടായത് മുത്തശ്ശി? എന്തൊരു ചോദ്യമാ നീ ചോദിക്കുന്നേ? കുരുത്തക്കേട് പറയുന്നു. പെൺപിള്ളാർക്ക് നാണമില്ലാണ്ടായ അവരവരുടെ ഇഷ്ടത്തിനൊത്ത് അഴിഞ്ഞാടി നടക്കാം. മീശയില്ലെന്നൊരു കുറവേ ഉള്ളൂ. അല്ല മുത്തശ്ശി, അവന്റെ നാടേതാ? എവന്റെ കാര്യമാ? അവൻ തന്നെ അമ്പലത്തിൽ വെച്ച് കണ്ടില്ലേ, ചുവന്ന ഷോളിട്ട്. അവൻ എവിടുത്തുകാരനാ? അവനോ? എവിടുത്തുകാരനാണെന്നൊന്നും എനിക്കറിയില്ല. നല്ല സ്വഭാവമാ, എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവനാ. ഏത് നാട്ടുകാരനായാലെന്താ? അവന്റെ അച്ഛനും അമ്മയും അവൻ അറിഞ്ഞു തന്നെയാ ജനാന്ന് പേരിട്ടിരിക്കുന്നത്. ജനങ്ങള് മുഴുവൻ അവന്റെ പുറകെ തന്നെയാ. വാ വാ. എവിടെ ആയിരുന്നു ഇത്ര നേരം? അയ്യോ, ഊരി കളയല്ലേ. ഇതൊന്ന് ഉടുത്തിട്ട് അഴിച്ചുകള. നിന്റെ നാടാണെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ കുളിക്കുന്നത്? അയ്യോ അല്ല മുത്തശ്ശി, ഇതുപോലും ഉണ്ടാവില്ല. കൊള്ളാവല്ലോ. അതിനു മുമ്പ് അവൾ അഴിച്ചു കളഞ്ഞോ? അല്ല മക്കളെ, എവിടുന്ന് കിട്ടി ഈ തുണി കഷ്ണം? ഇതെല്ലാം ഞങ്ങള് ഡിസൈൻ ചെയ്യുന്നതാ. അതല്ലേ ഞങ്ങള് പഠിക്കുന്നത്. ഇത് തുന്നാനാണോ പഠിക്കുന്നത്? ഇത് കേട്ടാ എന്തോ വലിയ മഹാകാര്യം ചെയ്ത പോലെ പറയുന്നത്. ഇതിലൊക്കെ എന്തോ പഠിക്കാനിരിക്കുന്നു. നല്ലൊരു ഷർട്ട് എടുത്തിട്ട് അതിന്റെ കൈയും കാലും ഒക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞാ മതിയല്ലോ. ഇതിനൊക്കെ ഒരു പഠിത്തവും വലിയ ഡിഗ്രികളും. എന്താ മുത്തശ്ശി എത്ര നിസാരാക്കിയത്? ഇത് കാണാൻ കുറച്ച് ഓക്വേർഡ് ആണെങ്കിലും ഇടാൻ. അയ്യോ, നീ ഒന്നും വിശദീകരിക്കണ്ട. അതിന്റെ മുമ്പ് ഇരുന്ന് ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ. അയ്യോ മുത്തശ്ശി, ഇത് എന്ത് കംഫോർട്ടാന്നറിയോ? മുത്തശ്ശി, ഞാൻ വേണമെങ്കിൽ ഒരു നൈറ്റി തുന്നിത്തരാം. അതൊന്ന് ഇട്ട് നോക്ക്. പിന്നെ മുത്തശ്ശി ഒരിക്കലും സാരിയെ പറ്റി വിചാരിക്കേയില്ല. പെണ്ണിന്റെ ഒരു വർത്തമാനം കേട്ടില്ലേ? നൈറ്റിയാണ് പോലും, നൈറ്റി. എടിയേ, സാരി എന്ന് പറയുന്നതേ ശരീരം മറയ്ക്കുന്ന തുണി മാത്രമല്ല, നമ്മുടെ നാടിന്റെ സംസ്കാരമാ. ഇതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിന്റെയൊക്കെ തലയിൽ ഇത് കേറില്ല. അല്ല മുത്തശ്ശി, അവൻ എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തെ? അവന്റെ കാര്യ ജന. എന്നോട് ചോദിച്ചാ ഞാനെന്ത് പറയാന്? എന്തോ അവൻ കഴിച്ചില്ല. അവന്റെ ചേച്ചിയുടെ മോളെന്ന് വെച്ചാ അവന് ജീവനാ. എപ്പോ നോക്കിയാലും ആ കൊച്ചിന്റെ കൂടെ തന്നെയാ. ജോലിക്ക് പോയാ അവനും ആ പണിക്കാരിൽ ഒരാളാവും. എന്തെങ്കിലും പ്രശ്നം വന്നാ ന്യായത്തിന്റെ ഭാഗത്തെ അവൻ നിൽക്കും. ഇങ്ങനെ ജീവിക്കുന്നവർക്കൊക്കെ കുടുംബജീവിതം വളരെ കഷ്ടമായിരിക്കും. ഇതെല്ലാം അവനെ കുറിച്ച് ഈ നാട്ടിലെ ആൾക്കാർ പറയുന്ന കാര്യങ്ങളാ. അല്ല എന്താ, അവനിനി ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കില്ലെന്നാണ് പറയുന്നത്. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഇതുവരെ കണ്ടുകെട്ടിയില്ലായിരിക്കും. എന്തൊക്കെയാ നീ പറയുന്നത്? എപ്പോ നോക്കിയാലും അവനെ പറ്റിയാണല്ലോ ചോദ്യങ്ങള്. ഇതിനപ്പുറം എനിക്ക് അവനെ പറ്റി ഒന്നും അറിയത്തില്ല. നീ നിന്റെ അച്ഛനോട് ചോദിക്കും. നിന്റെ അച്ഛനാ എപ്പോ നോക്കിയാലും അവനെ കുറിച്ച് ആലോചിച്ചോണ്ട് നടക്കുന്നത്. അവൻ നിനക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. അടി കിട്ടും നിനക്ക്. हेलो हेलो स्वामीनाथन जी, मैं रंजित बोल रहा हूँ. क्या हुआ? मुंबई में इप्पो ഒരു ന്യൂസ് കിട്ടിയായിരുന്നു. അത് ജന അറിഞ്ഞ കുഴപ്പമാവും. इसलिए हमको
What a man. Wow. നോക്കുന്നടി. എന്താ എന്താ നോക്കുന്നത്? അല്ല, ചുമ്മാ സൈറ്റ് സീയിങ്. സൈറ്റ് സീയിങ് ടിവിയിൽ കാണുന്നതൊക്കെ ജീവിതത്തിൽ ചെയ്യാമെന്നത് വെച്ചേക്കില്ല. ഞാൻ ഒളിഞ്ഞു നോക്കുന്നത്, മറഞ്ഞു നിൽക്കുന്നത്, ഇതൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്താണെങ്കിലും നേർക്ക് നേരെ നിൽക്കണം, കേട്ടില്ലേ? ഓ, നേർക്ക് നേരെ നിൽക്കണം. അത് പിന്നെ എന്തായാലും പറഞ്ഞു നന്നായി. അത് പിന്നെ എന്ത് പിന്നെ? മനസ്സിലായില്ലേ? എല്ലാം മനസ്സിലായി കാണും. എന്നിട്ട് മനസ്സിലാവാത്ത പോലെ അഭിനയിക്കാം. എന്ത്? ഒന്നുമില്ല. ആരാ ഇത് വെച്ചത്? ഞങ്ങള് തന്നെയാ. പച്ച കള്ളാണ്. ഞാൻ നിക്കുമ്പോ തന്നെ കള്ളം പറയണില്ലേ? ഇവരെ കൊണ്ടൊരു പുല്ല് പോലും പറിക്കാൻ പറ്റില്ല. ഇവരാണ് കല്ല് വെക്കാൻ പോണത്. ഞാനാ ചെയ്തത്. ഇതെവിടെ വെക്കാനാ പോകുന്നു? എവിടെ വെക്കണത്? ഇവിടെ വെക്കണം. ഇവിടെ വെക്കണം. ഇവിടെ വെക്കാം. ഇവിടെ വെക്കാം. അയ്യോ, എടുക്കടാ അത്. അതിനെന്തിനാ ഇങ്ങനെ അടിക്കണത്? എടുക്കടാ. ഞാനൊരു സത്യം പറഞ്ഞതല്ലേ. എന്താ തമാശ കളിക്കുക? ഞങ്ങളല്ല, മണി. മണിയോ? മേഖല. മണിമേഖല. ഇതെനിക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടിയാണ് ബോംബെന്ന് വന്നത്. ഏയ്, എന്റെ പേരാ അത്. ഇഷ്ടായോ? അല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെ വിളിച്ചാ മതി. എന്ത് വിളിച്ചാലും എനിക്കിഷ്ട. മണി മേഖല. സ്വീറ്റ് നെയിം അല്ലേ? അല്ല, എന്നെ വിട്ടേക്ക്. വേണ്ട, നീ വിചാരിക്കുന്നത് നടക്കില്ല. ഇനി ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത പല്ല് കാണില്ല. മനസ്സിലായോ? വേഗം എടുത്ത് മാറ്റടാ. മാറ്റി. എല്ലാം നിങ്ങൾ കാണാ. അപ്പോഴേ പറഞ്ഞ ഞാൻ. ഒരു പെണ്ണ് ഇങ്ങനെ പിറകെ വരുമ്പോ ഒരല്പമെങ്കിലും ചിരിച്ച് 4 വാക്ക് സംസാരിച്ച എന്താ പ്രശ്നം? പെണ്ണെന്ന് പറഞ്ഞ പൂ പോലെയാ, അതറിയില്ലേ? പൂ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാവോ? നിനക്കെന്ത് പൂവാ ഇഷ്ടം? വളരെ അത്യാവശ്യം. എനിക്കൊരു പൂ ഇഷ്ട. ഏതാന്ന് പറയട്ടെ? കൊഴുപ്പ്. അല്ല, സൂര്യകാന്തി പൂ. എനിക്ക് ഒത്തിരി 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 ഇഷ്ട. എന്താന്നറിയോ? നിനക്കെങ്ങനെ അറിയാനാ? ഞാൻ പറയാം. സൂര്യനെ കണ്ടതും അത് വിടരാൻ തുടങ്ങും. സൂര്യൻ എങ്ങോട്ട് പോയാലും അത് തല തിരിച്ചു നോക്കിക്കൊണ്ടേയിരിക്കും. സൂര്യൻ അസ്തമിച്ച അത് ഉടനെ വാടിപ്പോവും. എന്നെ പോലെ. നിന്നെ കാണുന്നത് എനിക്ക് വളരെ സന്തോഷ. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ വരാൻ എനിക്ക് തോന്നുന്നു. നിന്നെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എനിക്കത് വലിയ വിഷമാ. ഇവരൊക്കെ എന്നെ കളിയാക്കുക. എപ്പോ നോക്കിയാലും ഭയങ്കര വർത്താനായിരുന്നല്ലോ, ഇപ്പോഴെന്താ ഓമിയെ പോലെന്ന്. എപ്പോ? ഇപ്പോഴോ? അത് ശരി. ബി സീരിയസ്. എന്റെ അടുത്ത് വേണ്ട. നീ വിചാരിക്കുന്ന പോലെ അല്ല ഞാൻ. അറിയാം, നീ മനുഷ്യനെ അല്ല, മൃഗ, പിശാശ്. ഇല്ലെങ്കിൽ ഈ പാവത്തിനോട് ഇങ്ങനെ പെരുമാറോ? പറ. പോ, എവിടം വരെ പോവും? നമുക്ക് കാണാലോ. നീ എത്ര വലിയവരാണെങ്കിലും ശരി, നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല. നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. ഐ ലവ് യു മണിമേഖലയെന്ന്. നീ തീർച്ചയായും പറയും. നോക്കിക്കോ.
അങ്ങനെ എനിക്കൊരു കാര്യം പിടികിട്ടിയില്ലട്ടാ. മോള് നാടൊക്കെ കറങ്ങണം എന്ന് പറഞ്ഞ് വന്നതാ. ഇപ്പോഴാ മനസ്സിലായത് ആരെ കറക്കാൻ വേണ്ടി വന്നതാണ്. മോള് ശരിയായ സ്ഥലത്ത് തന്നെയാ വന്നിരിക്കുന്നത്. മോൾ ഇവിടെ വന്നത് അറിയാതെ സുകുമാരൻ മുതലാളിയും ദിവാകരൻ മുതലാളിയും കൂടി നാട് മുഴുവൻ മോളെ അന്വേഷിച്ച് അരിച്ചു പെറുക്കുന്നുണ്ടാവും. എന്നാ മോൾ ഇവിടെയുള്ള കാര്യം അവരെങ്ങനെ അറിയാനാ? അഥവാ അവരറിഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റൂ? അവരിങ്ങെത്തും മുമ്പ് നമ്മുടെ ആള് വരില്ലേ? പറഞ്ഞ് നാവെടുത്തില്ലതേ ആളിങ്ങെത്തി. വന്നട്ടെ. എനിക്കൊന്നും അറിയില്ല. മോളാണ് ഒറ്റയ്ക്ക് രാവിലെ തൊട്ട് നമ്മുടെ ഈ പാടത്ത് വന്നിരുന്നത് അങ്ങനെ കാണാൻ വേണ്ടി. വെയിലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടിട്ട് ഞാനൊരു കൂട്ടിന് വന്നതാ. അല്ല, മോളുടെ ഭാഗത്ത് ന്യായമുണ്ട്. അത് സത്യം. ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്ക. നല്ല തീരുമാനം. ഇത്രയും വലിയ അന്യായോ? ഒളിച്ചോടുന്ന എത്ര റിസ്ക് ആണെന്നറിയോ? എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം, ഇല്ലെങ്കിൽ കൊടുങ്ങും. അതാ ഇതെടുത്തോണ്ട് വന്നത്. ഇവിടുന്ന് റൈറ്റ് 20 കിലോമീറ്റേഴ്സ് പോയാൽ കർണാടക, ഇവിടുന്ന് 600 കിലോമീറ്റേഴ്സ് പോയാൽ ആന്ധ്ര. എവിടെ പോവാന്ന് പറ. ഏയ്, ബോംബെ പോയാലോ? നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് എ വണ്ടർഫുൾ സിറ്റി. ശരി, അത് വേണ്ടെങ്കിൽ പോട്ടെ. ആഗ്രേ പോവാം. യമുന നദിക്കരയില് ദൂരെ താജ്മഹൽ കാണുന്ന തരത്തില് ബ്യൂട്ടിഫുൾ ആയൊരു വീട്. അവിടെ ഞാൻ, നീ, വേറെ ആരുമില്ല. നമ്മള് രണ്ടുപേരും മാത്രം സന്തോഷമായി ജീവിക്കാം. എന്ത് പറയുന്നു? എന്താ നീ ഒന്നും പറയാത്തെ? ശരി, ഇന്ത്യയിൽ വേണ്ടെങ്കിൽ ഫോറിനിൽ പോവാം. ഷിക്കാഗോയില് ഗണപതി അമ്പലം ഇപ്പൊ പണിതതാ, അവിടെ വെച്ച് കല്യാണം. എന്തു പറ്റി? ശരി, ന്യൂസിലാൻഡിൽ പോവാം. മൈഗ്രേഷൻ ഒക്കെ ഭയങ്കര എളുപ്പം. എല്ലാ ഹീറോയിൻസ് അവിടെ സോങ് എടുക്കാൻ വരുന്നത്. നമുക്കും ഡാൻസ് ചെയ്യാം, പാടാം. പാസ്പോർട്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. പണത്തിനെ പറ്റിയൊന്നും ആലോചിക്കട്ടെ, ഞാൻ ഏറ്റവും എല്ലാം. ഇതെന്റെ മുത്തശ്ശിയുടെ കാലത്തെ ആഭരണം. ഒരു ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ച പൈസക്ക് നോ പ്രോബ്ലം. എന്താ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ശരി, നീ തന്നെ തീരുമാനിച്ചു പറ. നീ എവിടെ വിളിച്ചാലും ഞാൻ വരും. നരകത്തിലേക്കാണെങ്കിലും അവിടെ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും. കാരണം അറിയോ, നീ ഉണ്ടാവില്ല എന്റെ കൂടെ. പറ, എങ്ങോട്ടാ പോകുന്നേ? ഇപ്പൊ കാണാൻ പോവല്ലേ? ഇത് ഞങ്ങളുടെ ഏരിയ അല്ലേ? എന്റെ വീട് ഇവിടെ അടുത്താ. ഇങ്ങോട്ട് എന്തിനാ വന്നേ? വിട്, വണ്ടി വിട്. എന്റെ അച്ഛൻ നിൽക്കുന്നത് കണ്ടില്ലേ? ഇങ്ങോട്ട് എന്തിനാ ഇപ്പൊ വന്നേ? വേഗം വണ്ടി എടുക്കും, പോവാ. ഞാൻ ഇറങ്ങില്ലോ. അയ്യോ, എന്താ ഇവൻ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത്? ആവശ്യപ്പെട്ടതല്ലേ കൊണ്ടുവന്നു. മതിയല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ സംശയമില്ലല്ലോ അല്ലേ? എന്നോട് ദേഷ്യം തോന്നിയേക്കാം, വെറുപ്പുണ്ടാവും, അത് ന്യായമാ. എന്നാ സംശയിക്കത്തക്ക രീതിയിൽ ഞാൻ പെരുമാറും.